നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കേരളക്കരയാകെ ഇളക്കി മറിച്ച കോളിളക്കമുണ്ടാക്കിയ അറസ്റ്റിലെ നായകനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ക കോൺഗ്രസ് മെറ്റീരിയൽ എന്ന് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ തോന്നിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മിടുക്കനായിട്ടുള്ള ഒരു നേതാവാണ്. മിടുക്കത്തരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിനെയും തനിക്ക് അനുകൂലമായിട്ട് വരുത്താം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഡിസംബർ 20 പ്രതിഷേധ മാർച്ച് നമ്മൾ കണ്ടതാണ്. വി ഡി സതീശനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, പ്രമുഖ നേതാക്കളെല്ലാം ഉണ്ട്. എന്നാലും ഈ കഴിഞ്ഞ ഇടയ്ക്ക് സ്റ്റേറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ ഒരു പ്രതിഷേധ ജാഥയെ നയിച്ചത് എന്നുള്ളത് ആളുകളുടെ ഉള്ളിലേക്ക് കിട്ടിയ ഒരു ഇമേജാണ്. ആ ഒരു പ്രതിഷേധങ്ങളിൽ എപ്പോഴും ക്യാമറ വരുന്ന സമയത്ത് പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന, തൻ്റെ പ്രവർത്തകരുടെ അടുത്തേക്ക് ക്യാമറ വരുന്ന സമയത്ത് അവിടെ പ്രതികരിക്കാൻ മുന്നിൽ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ടോട്ടൽ സീൻ തൻ്റെ അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് വരുത്തി. ആ ഒരു സാഹചര്യത്തിൽ രാഹുലിന് ആ ഒരു ടോട്ടൽ സീന് അങ്ങനെ ആക്കിയെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടയിൽ തല അജിത്തിന്റെ വരെ ID കാർഡ് ഉണ്ടാക്കിയതിന്റെ മേൽ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതെല്ലാം അതിനകത്ത് അങ്ങോട്ട് മുങ്ങിപ്പോയി. എന്തൊക്കെയാണെങ്കിലും ഏത് വിധേനയാണെന്നുണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത്, പ്രതിപക്ഷത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വേണ്ടതാണ് എന്നുള്ളത് ആളുകൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്റ്റാർ പദവി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളും പക്ഷത്ത് നിൽക്കുന്ന ആളുകളും അങ്ങോട്ട് ചാർത്തി കൊടുക്കുകയുണ്ടായി. അതിനുശേഷം രാഹുലിന്റെ പ്രവർത്തനങ്ങൾ ഗംഭീരമായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പക്ക കോൺഗ്രസ് മെറ്റീരിയലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം 30 ആളുകൾക്കെതിരെയാണ് ഡിസംബർ 20 ആ ഒരു മാർച്ചിൽ കേസെടുത്തത്. കേസെടുക്കാൻ തക്കതായിട്ടുള്ള കാരണങ്ങൾ മാർച്ചിലുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. പോലീസിനെ പട്ടികയെടുത്ത് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. മുട്ടയ്ക്കകത്ത് മുളക് പൊടി കലക്കുന്നു. അപ്പോൾ ഇതെല്ലാം പല വകുപ്പുകൾ ചേർത്ത് പെടുത്താൻ പറ്റുന്ന സംഗതിയായിട്ട് പോലീസ് ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അറസ്റ്റ് എങ്ങനെയാണ് പോലീസ് നടത്താൻ വേണ്ടി പോകുന്നത് എന്നിങ്ങനെ ഞാൻ കാര്യമായിട്ട് ആലോചിച്ചിരുന്നു. കാരണം ഇത് എങ്ങനെ നടത്തിയാലും ഇവിടെയുള്ള ഭരണ നേതൃത്വത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വലിയ ഭീകരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അറസ്റ്റ് നടത്താതിരിക്കാൻ പറ്റത്തില്ല, കാരണം അതിന്റെ രീതി അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതികളിലെ 4ാം പ്രതിയാണ്. അതിനകത്ത് ഈ 5-ന് ശേഷമുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിൽ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ കിടപ്പുണ്ട്. 333, 326 എന്നീ വകുപ്പുകളൊക്കെയാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പുകൾ പെടുത്തുന്ന സമയത്ത് മുൻകൂട്ടി നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോലീസിന് പോയി അറസ്റ്റ് ചെയ്യാം. ആ ഒരു വകുപ്പുകൾ പെടുത്തിയിട്ടുള്ള മറ്റ് പ്രവർത്തകരും ആ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു സംഘർഷത്തിന്റെ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്ന സമയത്ത് അവർ DCC ഓഫീസിലേക്കൊക്കെ കയറുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണെങ്കിലും ഈ ഒരു അറസ്റ്റിനെ പ്രതിപക്ഷം നല്ല രീതിയിൽ യൂസ് ചെയ്യും എന്നുള്ളത് ഭരണപക്ഷത്തിന് അറിയായിരുന്നു. പോലീസ് വളരെ പ്ലാൻ ചെയ്ത ഒരു പ്രവർത്തനമാണ് ഇവിടെ പാളിപ്പോയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റിമാൻഡിലാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. കാരണം ഭീകര വകുപ്പുകളൊക്കെ ആണല്ലോ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിനുള്ള തെളിവുകളുണ്ട്. മാധ്യമങ്ങൾ, ജനങ്ങളൊക്കെ കണ്ടതാണ്. ഒരു 5:45, 6 മണിയൊക്കെ ആയിക്കാണ്. 5:30 മണി കഴിഞ്ഞു എന്തായാലും. അപ്പം പെരയുടെ 4 വശത്ത് ജനൽ കഥയിലെല്ലാം ഇട്ട് കൊട്ടുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആരാണ് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പിന്നെ റബ്ബർ വെട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാനൊരു 6 മണി കഴിഞ്ഞിരുന്ന് കഥക് തുറന്നപ്പോഴത്തേന് ഒരു പറ്റം പോലീസും കുറേ വണ്ടികളും മുറ്റത്തുണ്ട്. അപ്പോൾ അതിൽ തന്നെ പോലീസ് ഡ്രസ്സ് യൂണിഫോമിലുള്ളവരുണ്ട്, സിവിൽ ഡ്രസ്സ് ഉള്ളവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ കഥക് തുറക്കുകയും ഒരു വനിതാ പോലീസും 2-3 സ്റ്റാറുള്ള വ്യക്തിയാണ്. ഇവർ 2-3 പേര് അകത്ത് കയറി. അവർക്ക് കാര്യം അറിയില്ല. അപ്പോൾ രാഹുലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് പിന്നെ രാഹുൽ എവിടെയാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു മുകളിലത്തെ മുറിയിലാണെന്ന് പറഞ്ഞു. ഇവർ 2 പേരും അങ്ങ് മുകളിൽ കയറിപ്പോയി. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, കാര്യം ചോദിച്ചിട്ട് ഇവർ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ചേച്ചിയുടെ മോനോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നേരെ മുകളിൽ ചെന്നു. രാഹുലിൻ്റെ മുറിയിൽ വാതിലിൽ അവർ മുട്ടുവാണ്. അവൻ സാധാരണ രാത്രി 1 മണി വരെ രാഹുൽ അവിടെ വായിച്ചുമൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. മെനിങ്ങാന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. മെനിങ്ങാന്ന് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നലെ 8:30, 9 മണിയായിട്ടാണ് കൊല്ലത്തുനിന്ന് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവരുടെ ആ രീതി കണ്ടപ്പോൾ രാഹുൽ എന്തോ ഒരു ഭീകരവാദിയാണോ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് അപ്പോൾ അതിലൊരു സാറിനോട് ചോദിച്ചു, സാറേ കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പൊളിറ്റിക്സ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്സ് ആണെങ്കിലും അതിനകത്ത് ഒരു കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഏത് സംഭവത്തിലാണെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ചാണെന്ന് പറഞ്ഞു. ഇന്നലെ ഗവർണർ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ കുറേയധികം പ്രഹസനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഹസനങ്ങൾക്കിടയിൽ മുങ്ങിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, നൈസായിട്ട് വെളുപ്പിനെ പോയി അറസ്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്ലാൻ. എന്നാൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ പതിവ് പോലെ അങ്ങോട്ട് വിജയിച്ചില്ല. വെളുപ്പിനെ നൈസായിട്ട് പോയി വീട് മുട്ടി അറസ്റ്റ് ചെയ്ത ആ ഒരു സാഹചര്യത്തെ ഇവിടെ വാർത്താമാധ്യമങ്ങൾ വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്ത സമയത്തും പ്രതിപക്ഷം യൂസ് ചെയ്ത സമയത്തും വെളുപ്പിനെ പോയി കുടുംബത്ത് കയറി ബെഡ്റൂമിൽ നിന്ന് അമ്മയുടെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഭരണകൂട ഭീകരതയായിട്ട് മാറി. അവിടെ കംപ്ലീറ്റ് ആ ഒരു പ്ലാൻ തെറ്റി. ഈ ഒരു അറസ്റ്റ് ഭരണകൂട ഭീകരതയാണോ, പിണറായി വിജയന്റെ ഫാസിസ്റ്റ് നടപടിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമൊന്നും കേരളത്തിൽ നിലവിലില്ല. കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഹാലിളകണ മുഖ്യമന്ത്രി, പരാതികൾ എന്ന് പറയുന്നത് പരാതി എന്ന് പറയരുത് അപേക്ഷ എന്ന് പറയണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി,
അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലുമൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കർണപടങ്ങൾ തകർന്ന് താൻ മരിക്കുമോ എന്നുള്ള പേടിയിൽ വധശ്രമത്തിന് കേസെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രി, അതേപോലെ ഷൂ എറിയുമ്പോൾ മരണപ്പെടുമെന്ന മരണഭീതിയുള്ള മുഖ്യമന്ത്രി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം കേസുകളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആകമാനം കേരളത്തിൽ ഉടനീളം എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തന ആളുകൾ മരണപ്പെടുമോ എന്നുള്ള പേടി പിണറായി വിജയൻ സഖാവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഭരണകൂട ഭീകരതയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. 20-ാം തീയതിയുള്ള ആ ഒരു പ്രതിഷേധ മാർച്ച് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണർന്നുള്ള ഒരു പ്രവർത്തനമായിട്ട് കണ്ടത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതി എടുത്തു പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കിയുള്ള നേതാക്കളെ ഊർജ്ജം കൊടുത്ത് മുന്നിലേക്ക് തള്ളിവിട്ടത് പോലും രാഹുലാണ് എന്ന് സാധാരണ ജനത്തിന് തോന്നിപ്പോയി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ ഒരു അമ്മയെ വെറും അബലയായിട്ടുള്ള ഒരമ്മയായിട്ടും വേദനയുള്ള ഒരമ്മയായിട്ടും ആ ഒരു അമ്മയുടെ മുൻപിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഹൃദയവേദനയായിട്ടും ഒക്കെ വർണ്ണിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. ആ ഒരു അമ്മയെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുകയാണ്. ആ ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രാഹുലാരെ കൊന്നിട്ടോ മറ്റു രീതിയിലോ ഒളിവിലിരിക്കുമല്ലോ, ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാമായിരുന്നു. അപ്പോൾ ഇവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി വന്ന് വീട് വളഞ്ഞ് കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കിംസ് ഹോസ്പിറ്റൽ. ഒരാഴ്ച കൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അവിടെ ചെന്നെടുത്തോണ്ട് കൂടായിരുന്നു? എനിക്കന്ന് വന്ന വഴിക്ക് എടുത്തുകൂടായിരുന്നു. ഇവർ ഇന്ന് രാവിലെ കാണിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇത് രാഹുലും കൂടി വന്നിട്ട് എന്തുവാന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ മുൻപിൽ കൂടെ തലസ്ഥാനത്തുകൂടെയൊക്കെ നടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് നാടകമുണ്ടാക്കി രാവിലെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു സംഗതി തന്നെയാണ്. വളരെ ഒതുക്കത്തിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതാണ്, വാർത്ത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പാളിപ്പോയി. ഈ ഒരു അറസ്റ്റിന്റെ സാഹചര്യവും വളരെ ഭംഗിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചു. ഒരു ദിവസം മുഴുവൻ കേരളക്കരയാകെ നോക്കി നിന്ന തരത്തിലേക്കുള്ള പോലീസ് ജീപ്പിനകത്തുള്ള കറക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും നൈസായിട്ട് യൂസ് ചെയ്തത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ ശ്രമിക്കുകയും പോലീസ് ആ ഒരു പ്രതികരണങ്ങൾക്ക് വേദി ഒരുക്കാതെ അദ്ദേഹത്തെ തള്ളി വണ്ടിയിൽ കയറ്റുകയൊക്കെ ചെയ്തത് ഇവിടെയുള്ള ജനങ്ങൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിന് ഇതിൽ കൂടുതൽ പവർ നൽകിയ ഒരു സിറ്റുവേഷൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ല. ഏതായാലും ഈ ഒരു അറസ്റ്റോടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് ഗംഭീര ഒരു ബൂസ്റ്റാണ്, ഗംഭീര പ്രൊമോഷൻ. രാവിലെ സത്യമേ പിടിക്കുക, ഞാൻ കൊലക്കേസ് പ്രതിയാണോ? വളരെ സിമ്പിളായിട്ട് ചുളുവില് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു വലിയ പ്രൊമോഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. ഓരോ നേതാക്കളും കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു സിനാരിയോ ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഏതായാലും ഈ ഒരു അറസ്റ്റ് കൊണ്ട് ഭാവി മുഖ്യമന്ത്രിയെ വരെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു എന്ന് പല മാധ്യമങ്ങളും വർണ്ണിക്കുന്നത് കണ്ടു. എനിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ പ്രതീക്ഷ തോന്നുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.